പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 2016 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ കുറച്ച് സ്മാർട്ട് വർക്കും ആവശ്യമാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ സ്മാർട്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി 2016 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ട് അതിലുപയോഗിച്ചിരിക്കുന്ന ഫോർമുലയോ കോൺസെപ്റ്റോ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തതാണെങ്കിൽ ഒരു നോട്ട് ബുക്കിലേക്ക് അത് എഴുതി വെക്കണം. മാത്രമല്ല ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏത് ടോപ്പിക്കിൽ നിന്നാണോ ആ ടോപ്പിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കാത്ത കോൺസെപ്റ്റ് കാണും, ആ കോൺസെപ്റ്റ്സും കൂടെ നോക്കി പഠിക്കുക. അപ്പം നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്ത് വയ്ക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷൻ്റെ ഏതെങ്കിലും പ്രത്യേക പോർഷൻ ആണെങ്കിൽ ആ പോർഷൻ നോട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ അറിഞ്ഞുകൂടാത്ത ഭാഗങ്ങളും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കഴിയുമ്പോൾ 45 ക്വസ്റ്റ്യനാണ് അല്ലേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സിന്. അപ്പോൾ 45 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് കഴിയും. ഇത് 2016 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ്റെ പാർട്ട് 1 ആണ്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും നോക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി റേഷ്യോ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി അറ്റ് എർത്ത് ടു ദി എസ്കേപ്പ് വെലോസിറ്റി അറ്റ് എ പ്ലാനറ്റ് ഹൂസ് റേഡിയസ് ആൻഡ് ഡെൻസിറ്റി ആർ ട്വൈസ് ആസ് ദാറ്റ് ഓഫ് എർത്ത് ഈസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് ടു എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ആണ്, ആ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് പ്ലാനറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസിൻ്റെ 2 മടങ്ങാണ്. പ്ലാനറ്റിൻ്റെ ഡെൻസിറ്റിയും എർത്തിൻ്റെ റേഡിയസിൻ്റെ 2 മടങ്ങാണ്. നമുക്കിവിടെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫോർമുല √2gm/r ആണ്. അപ്പം നമുക്കിവിടെ ഒരു റേഡിയസുമായിട്ടുള്ള റിലേഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഡെൻസിറ്റിയും കൂടെ കൊണ്ടുവരേണ്ടതുണ്ട്. സോ മാസ് മാറ്റിയിട്ട് ഡെൻസിറ്റി എന്ന് കൊടുക്കാം. മാസ് മാറ്റുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് കൊടുക്കണം. വോളിയം 4/3πr³ ഇൻറ്റു ഡെൻസിറ്റി എന്ന് കൊടുത്തു. അപ്പോൾ r³ ആറും ക്യാൻസൽ ചെയ്തപ്പോൾ r² വരുന്നുണ്ട്. അവർ r² നിന്ന് ഞാൻ റൂട്ടിൻ്റെ പുറത്തെടുത്തിരിക്കുകയാണ്. സോ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു r ഇൻറ്റു √8πg⍴3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എഴുതാൻ പറ്റും എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഈ രീതിയിലുള്ള റിലേഷൻഷിപ്പ് കിട്ടുന്നത്. ദെൻ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് ടു ദാറ്റ് ഓഫ് എ പ്ലാനറ്റ് എഴുതിയിരിക്കുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ ആ റേഷ്യോ എടുത്ത് നോക്കിയാൽ റേഡിയസ് ഓഫ് എർത്ത് ബൈ റേഡിയസ് ഓഫ് പ്ലാനറ്റ് ഇൻറ്റു റൂട്ട് ഓഫ് ഡെൻസിറ്റി ഓഫ് എർത്ത് ബൈ ഡെൻസിറ്റി ഓഫ് പ്ലാനറ്റ് എന്ന് വരുന്നു. ഇനി എർത്തിൻ്റെ റേഡിയസിൻ്റെ 2 മടങ്ങാണ് പ്ലാനറ്റിൻ്റെ റേഡിയസ് അല്ലേ. അപ്പം RE/RP എന്ന് പറയുന്നത് RE/RP, പ്ലാനറ്റിൻ്റെ റേഡിയസ് 2 മടങ്ങാണ് എർത്തിൻ്റെ. അപ്പം നമുക്ക് ആ റേഷ്യോ 1/2 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെയാണ് ഡെൻസിറ്റി ρE/ρP എഴുതി കഴിഞ്ഞാലും പ്ലാനറ്റിൻ്റെതാണ് 2 മടങ്ങ് 1/2 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ 2 റേഷ്യോയും കൂടി ഈ ഫോർമുലയിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നു വെലോസിറ്റി ഓഫ് എർത്ത് ബൈ വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു √1/2 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് 1/2 √2 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആൻസർ കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരേ ചാപ്റ്ററിൽ നിന്ന് വരുന്ന രീതിയിൽ സെലക്ട് ചെയ്തിട്ടാണ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടിംഗ് ഫ്രം സെൻറ്റർ ഓഫ് ദി എർത്ത് ഹാവിങ് റേഡിയസ് ആർ, ദി വേരിയേഷൻ ഓഫ് g, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ്. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് റേഡിയസുമായി കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് g എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് തന്നിരിക്കുന്നത് അല്ലേ. 4 ഗ്രാഫ് ഒന്ന് നന്നായിട്ട് നോക്കുക. ഇതിലെന്താണെന്ന് നോക്കാം. ജിയുടെ വേരിയേഷൻ നോക്കാം. നിങ്ങൾക്ക് ജിയുടെ ഫോർമുല അറിയാം. g is equal to gm/r² എന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു ഹൈറ്റിലേക്ക് പോയി കഴിയുമ്പോൾ, അതായത് ഇവിടെ നമുക്ക് എർത്ത് റേഡിയസ് നമുക്ക് r എന്ന് എടുക്കാൻ പറ്റുമല്ലേ. ഇവിടുന്ന് ഒരു ഹൈറ്റ് h ഹൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ GH is equal to GM/r².
ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ. നമുക്ക് ഡിസ്റ്റൻസ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ജിയുടെ വാല്യൂ കുറയുന്നുണ്ടല്ലേ. അപ്പം അത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. ഗ്രാഫിൽ ഈ സൈഡിലാണ് ജി എടുത്തിരിക്കുന്ന, വൈ ആക്സിസിൽ ഇവിടെ ഡിസ്റ്റൻസ് ആർ എടുത്തിരിക്കുകയാണല്ലേ. ഇത് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ എന്താ ഇവിടെ ക്യാപിറ്റൽ ആർ, അതായത് സർഫസിലെത്തി. ഇനി ആർ കഴിഞ്ഞാൽ, ക്യാപിറ്റൽ ആർ കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞാൽ സർഫസിൽ നിന്ന് ഹൈറ്റ്സിലേക്ക് പോകുന്നു. അപ്പോൾ സർഫസിലെ ജിയുടെ വാല്യൂ നമുക്ക് ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഹൈറ്റ്സിലേക്ക് പോയപ്പോൾ ജിയുടെ വാല്യൂ കുറയുന്നുണ്ടല്ലേ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആർ പ്ലസ് എച്ച് ആണ്. സോ പെട്ടെന്ന് റാപ്പിഡായിട്ട് ഇങ്ങനെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായി. എർത്തിൽ നിന്ന് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂനുണ്ടാകുന്ന വേരിയേഷൻ മനസ്സിലായി. ഇനി എർത്തിനകത്തേക്ക് പോവുകയാണ് അല്ലേ, ഡി ഡെപ്തിലേക്ക് പോകുന്നു. ഡി ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജിയുടെ വാല്യൂ നോക്കാം. ജി ഡി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ. ഇവിടെ മാസ് ഓഫ് ദി എർത്ത് അല്ല, ഡെപ്തിൽ പോയി കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന ഈ പോർഷൻ്റെ മാസാണ് എടുക്കേണ്ടത്, എം ഡാഷ്. ഞാൻ എം ഡാഷിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് ജി ഇൻറ്റു മാസിനെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്നാക്കുന്നു. 4/3 പൈ ആർ മൈനസ് ഡി ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി റോ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഡി ദി ഹോൾ സ്ക്വയർ. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 4/3 പൈ ആർ മൈനസ് ഡി ഇൻറ്റു റോ, അതായത് ജി ഡി പ്രൊപ്പോർഷണൽ ടു ആർ മൈനസ് ഡി. വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് എർത്തിനകത്തേക്ക് ഡെപ്സിലേക്ക് പോകുമ്പോൾ വേരിയേഷൻ ഓഫ് ജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ മൈനസ് ഡി എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ആർ മൈനസ് ഡിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഡി ഇൻക്രീസ് ചെയ്താൽ, ഡെപ്ത് കൂടിക്കഴിഞ്ഞാൽ ആർ മൈനസ് ഡിയുടെ വാല്യൂ കുറയുന്നു. ഡെപ്ത് കൂടിക്കഴിഞ്ഞാൽ ആർ മൈനസ് ഡിയുടെ വാല്യൂ കുറയുന്നു. ആർ മൈനസ് ഡിയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ജിയും കുറയുന്നു അല്ലേ, ശരിയാണല്ലോ. അപ്പോൾ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഈ വാല്യൂ ആർ മൈനസ് ഡി കുറയുന്നു, ഡി കുറയുന്നു. അപ്പോൾ എർത്തിൽ നിന്നുള്ള ഡെപ്ത് കൂടുന്തോറും ജി ഡിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഓർത്ത് വയ്ക്കാം. ഡെപ്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. ഇനി സെൻറ്റർ ഓഫ് ദി എർത്തിലെത്തുന്നു, എർത്തിൻ്റെ സെൻറ്ററിലെത്തുന്നു എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഈസ് ഈക്വൽ ടു ആർ ആവുന്നു എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഫോർമുലയിൽ നിങ്ങൾ നോക്കുക, ഡിക്ക് പകരം ആർ കൊടുത്തു കഴിഞ്ഞാൽ ആർ മൈനസ് ആർ ആവുന്നു. സെൻറ്ററിലെത്തുമ്പം ജിയുടെ വാല്യൂ 0 ആകുന്നുണ്ടല്ലേ. അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 0. പിന്നെ സെൻറ്ററിൽ നിന്ന് നമ്മൾ സർഫസിൽ നിന്ന് ഡെപ്തിലേക്ക് പോകുന്ന ഡെപ്താണ് നോക്കുന്നതെങ്കിൽ ഡെപ്തിലേക്ക് പോകുന്തോറും ജിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സർഫസിലാണ് മാക്സിമം വാല്യൂ, സെൻറ്ററിലെത്തുമ്പോൾ 0 വരുന്നു, ബാക്കി കുറയുന്നില്ല. ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് അല്ലേ. ഇതാ ആ കുറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ജി ഡി പ്രൊപ്പോർഷണൽ ടു 1/d എന്നാണ്. നേരത്തെ സ്ക്വയറിനായിരുന്നു പ്രൊപ്പോർഷണൽ അല്ലേ. നമുക്ക് റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റെക്ടാങ്കുലർ ഫിലിം ഓഫ് ലിക്വിഡ് ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം 4 cm into 2 cm to 5 cm into 4 cm. If the work done is 3 into 10 raised to minus 4 joule, the value of surface tension of the liquid is 4 ഓപ്ഷൻസും ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഒരു ലിക്വിഡ് ഫിലിമിൻ്റെ ഏരിയ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടല്ലേ. ഏരിയ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 4 cm into 2 cm ആയിരുന്ന ഏരിയ എക്സ്റ്റെൻഡ് ചെയ്ത് A2 is equal to 5 cm into 4 cm ആക്കി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർഫസ് ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്, സർഫസ് ടെൻഷൻ ഓഫ് ദി ഫിലിം. വർക്ക് ഡൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത്രയും ഏരിയ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി വന്ന വർക്ക് ഡൺ 3 into 10 raised to minus 4 joule എന്ന് തന്നിട്ടുണ്ട്. സർഫസ് ടെൻഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഫോർമുല അറിയണം. വർക്ക് ഡൺ is equal to surface tension of film into change in area of the film. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വയ്ക്കണം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ.
അപ്പോൾ ഇതിൽ നിന്ന് ചേഞ്ച് ഇൻ ഏരിയ A2ഉം A1ഉം തമ്മിലുള്ള ഡിഫറൻസ്. സോ ഡെൽറ്റ എ ചേഞ്ച് ഇൻ ഏരിയ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരുന്നു ഇവിടെ A1 എന്ന് പറയുന്നത് 4 × 2 8 cm² ആണ് വരുന്നത്. A2 5 × 4 20 cm² വരുന്നു. ഇനി ഒരു ഫിലിം ലിക്വിഡ് ഫിലിം ആകുമ്പോൾ അതിന് 2 സർഫസ് കാണും അല്ലേ, 2 സർഫസും ഉണ്ട്, അപ്പർ സർഫസും ഉണ്ട് ലോവർ സർഫസും ഉണ്ട്. അപ്പോൾ 2 എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 2 സർഫസിൻ്റെയും ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ ചേഞ്ച് ഇൻ ഏരിയ എടുക്കുമ്പോൾ A2 മൈനസ് A1 അത് ഒരു സർഫസിലാണ് ഇൻറ്റു 2 എടുക്കണം. സോ 2 × A2 മൈനസ് A1. ഇപ്പോൾ ലിക്വിഡ് സർഫസിന് 2 ഇൻക്രീസ് ഇൻ ഏരിയ എടുക്കുമ്പോൾ 2 സർഫസിൻ്റെയും ഏരിയക്കുണ്ടായ ചേഞ്ച്. ഇതാണൊരു സർഫസ് ആണെങ്കിൽ ഇതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തതായി ഇങ്ങനെ ആക്കുന്നു. അപ്പോൾ ഇവിടെ ഈ സൈഡും എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ അടിഭാഗത്തും എക്സ്റ്റൻഷൻ ഉണ്ട്. സോ 2 × A2 മൈനസ് A1 വിച്ച് ഇസ് ഈക്വൽ ടു 2 × 20 മൈനസ് 8. 20 മൈനസ് 8 16. 16 × 2 24 cm². മീറ്റർ സ്ക്വയറിലാക്കുമ്പോൾ ഇൻറ്റു 10⁻⁻⁴ m². അപ്പം നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ 2 എടുക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് ഈ ഫോർമുലയൊക്കെ സിമ്പിളായിട്ട് അറിയാമായിരിക്കും, ഈ ഫോർമുല അറിയാവുന്നതാണ്, പക്ഷേ ഈ 2 എടുക്കാൻ വിട്ടുപോകരുത്. ദെൻ വി ക്യാൻ റൈറ്റ് സർഫസ് ടെൻഷൻ S is equal to work by change in area which is equal to 3 × 10⁻⁴ divided by 24 × 10⁻⁴, which is equal to 1/8, that is 0.125 Newton meter raised to -1 എന്ന് കിട്ടുന്നു. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഓപ്ഷനാണ്, ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് മാസ് m ഈസ് അറ്റാച്ച്ഡ് ടു ദി ലോവർ എൻഡ് ഓഫ് എ സ്പ്രിംഗ് ഹൂസ് അപ്പർ എൻഡ് ഈസ് ഫിക്സ്ഡ്. The spring has negligible mass. When the mass m is slightly pulled down and released, it oscillates with a time period 3 seconds. When the mass m is increased by 1 kilogram, the time period of oscillation becomes 5 seconds. Value of m in kilogram is. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഒരു സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ്ങിനെ ഒരു എൻഡ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്, മറ്റേ എൻഡിൽ നമ്മളൊരു മാസ് m ഹാങ് ചെയ്യുന്നു, അതിനെ ഓസിലേറ്റ് ചെയ്യുന്നു, ടൈം പീരീഡ് 3 seconds കിട്ടി. ഇനി ഹാങ് ചെയ്ത മാസിനെ 1 kilogram കൂടി എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, മാസ് ഇൻക്രീസ് ചെയ്തു 1 kilogram ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് മെഷർ ചെയ്തപ്പോൾ 5 seconds കിട്ടി. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് m എത്രയായിരുന്നു എന്നാണ് അല്ലേ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരു സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ, ഒരു മാസ് m ഹാങ് ചെയ്യുന്നു, ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നു, ടൈം പീരീഡ് t = 3 seconds. ഇനി മാസ് 1 kilogram കൂടി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, അതായത് m+1 ആവുന്നു മാസ്. അപ്പോഴത്തെ ടൈം പീരീഡ് t = 5 seconds എന്ന് കിട്ടുന്നു. നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റത്തിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. 2π × √m/k. k സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ഇതിൽ നിന്ന് ഇത് സെയിം സ്പ്രിംഗ് ആണ്, സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് രണ്ട് കേസിലും സെയിം ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ മാസിനാണ് ചേഞ്ച്. സോ വി ക്യാൻ റൈറ്റ് t പ്രൊപ്പോർഷണൽ ടു √m. ദെൻ T1/T2 is equal to √m1/m2 എന്ന് വരുന്നു അല്ലേ. ദെൻ T1/T2 is equal to m/m+1 ആണ് നമ്മുടെ മാസിൻ്റെ ചേഞ്ച്. T1 3 seconds ആണ്. 3/5 is equal to √m/m+1. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, 9/25 is equal to m/m+1 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സൈഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് 16m = 9 എന്ന് കിട്ടും. m = 9/16 kilogram. സോ നമ്മുടെ ആൻസർ m 9/16 kilogram ആണ്, ഓപ്ഷൻ ഡി. ഈ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ഓവർടോൺ ഓഫ് ആൻ ഓപ്പൺ ഓർഗൻ പൈപ്പ് ഹാസ് ദി സെയിം ഫ്രീക്വൻസി ആസ് ദി ഫസ്റ്റ് overtone of a closed pipe, L meter long. The length of the open pipe will be
ഈ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഓവർടോൺ ഓഫ് ഓപ്പൺ പൈപ്പ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഓവർടോൺ ഓഫ് ക്ലോസ്ഡ് പൈപ്പ് എന്ന് തന്നിട്ടുണ്ട്. ക്ലോസ്ഡ് പൈപ്പിൻ്റെ ലെങ്ത് L ആണെന്നും തന്നിട്ടുണ്ട്. ഓപ്പൺ പൈപ്പിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഓവർടോൺ ഓഫ് ഓപ്പൺ പൈപ്പ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഓവർടോൺ ഓഫ് ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പ് എന്ന് വെച്ചാൽ ഒരു എൻഡ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പം അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/4L ആണ്. ഓപ്പൺ പൈപ്പ് ആകുമ്പോൾ രണ്ട് എൻഡ് ഓപ്പൺ ആണ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/2L ആണ്. ഇവിടെ നമ്മൾ L ഡാഷ് എന്ന് എടുത്തിരിക്കുന്നു. ഇനി ഫ്രീക്വൻസിയുടെ റേഷ്യോ വരുന്നത് 1:3:5 എന്നാണ്. ഇവിടെ 1:2:3:5. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഓവർടോൺസ് ആൻഡ് ഹാർമോണിക്സ് എന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ V/2L. ഇതിൻ്റെ മൾട്ടിപ്പിൾസ്, അതായത് V/2L ഇൻറ്റു 1, അതാണ് ഫസ്റ്റ് ഹാർമോണിക്. V/2L ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാർമോണിക്. V/2L ഇൻറ്റു 3 ചെയ്താൽ തേർഡ് ഹാർമോണിക്. അപ്പോൾ ഓരോ ഹാർമോണിക്കും 1 × 2 × 3 അങ്ങനെ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഹാർമോണിക്സിൻ്റെ പേര്. ഫണ്ടമെൻ്റലിൻ്റെ മൾട്ടിപ്പിൾസ് അത്രയേ ഉള്ളൂ. ഇനി ഓവർടോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഫ്രീക്വൻസീസും നമുക്ക് അവൈലബിൾ ആകണമെന്നില്ല. ക്ലോസ്ഡ് പൈപ്പിലാണെങ്കിൽ ഫണ്ടമെൻ്റൽ ഇൻറ്റു 1, അതായത് ഫണ്ടമെൻ്റലുണ്ട്. പിന്നെ ഉള്ളത് തേർഡ് ആണല്ലേ, തേർഡ് ഹാർമോണിക്. പിന്നെ ഉള്ളത് ഫിഫ്ത്ത്. അതായത് ഒരു ക്ലോസ്ഡ് പൈപ്പിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ നമുക്ക് പ്രസൻ്റ് ആയിരിക്കുകയുള്ളൂ. ഇനി ഓപ്പൺ പൈപ്പിലാണെങ്കിൽ ഇവിടെ എല്ലാ ഹാർമോണിക്സും ഉണ്ട്. കണ്ടോ, ഓടും ഉണ്ട്, ഈവനും വരുന്നുണ്ടല്ലേ. 3:4:5 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് പൈപ്പിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. ഓപ്പൺ പൈപ്പിൽ ഈവൻ ആൻഡ് ഓഡ് ഹാർമോണിക്സ് കാണും. അപ്പോൾ ഇവിടെ ഇനി ഓവർടോൺസ് എന്താണെന്ന് നോക്കാം. ഓവർടോൺസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ ഓവർടോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലോസ്ഡ് പൈപ്പിലെ ഫണ്ടമെൻ്റൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന തേർഡ് ഹാർമോണിക്സ് ആണ്. ഹാർമോണിക്കാണ് ഇവിടെ വരുന്നത്. തേർഡ് ഹാർമോണിക്കാണ് നമ്മുടെ ഫസ്റ്റ് ഓവർടോൺ. ഫണ്ടമെൻ്റൽ കഴിഞ്ഞ് വരുന്നതിനെ 1, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓവർടോൺസിൻ്റെ നമ്പർ ആവും. അപ്പോൾ ഇത് ഫസ്റ്റ് ഓവർടോൺ, ഇതാണ് സെക്കൻഡ് ഓവർടോൺ, അതായത് 5 × V/4. ഇനി ഓപ്പൺ പൈപ്പിൽ നോക്ക്, ഫണ്ടമെൻ്റൽ മാറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ 2 × V/2L. ഓക്കെ, അപ്പോൾ ഓവർടോൺസ് എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസികളിൽ ഫണ്ടമെൻ്റൽ മാറ്റി ബാക്കി 1, 2 എന്ന് നമ്പർ കൊടുത്താൽ ഓവർടോൺസിൻ്റെ നമ്പർ ആവും. ഹാർമോണിക്സ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഫണ്ടമെൻ്റലിൻ്റെ ഓരോ മൾട്ടിപ്പിളിനെയും ഓരോ ഹാർമോണിക് എന്ന് പറയും. ഓവർടോൺ ഈസ് എനി ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. പക്ഷെ നമുക്ക് അവൈലബിൾ ഫ്രീക്വൻസിയിൽ ഫണ്ടമെൻ്റലിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഏത് ഫ്രീക്വൻസിയും നമ്മൾ എന്ത് പറയും? ഓവർടോൺ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ക്ലിയർ ആയി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഓവർടോൺ ഓഫ് ആൻ ഓപ്പൺ പൈപ്പ്. ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ V/2L ഡാഷ്, അതിൻ്റെ സെക്കൻഡ് ഓവർടോൺ. ഇപ്പോൾ ഇവിടെ നോക്ക്, ഫണ്ടമെൻ്റൽ ഇൻറ്റു 2 ആണ് ഫസ്റ്റ് ഓവർടോൺ. ഫണ്ടമെൻ്റൽ ഇൻറ്റു 3 ആയിരിക്കും സെക്കൻഡ് ഓവർടോൺ. അപ്പോൾ 3 × V/2L ഡാഷ്, ഇതാണ് സെക്കൻഡ് ഓവർടോൺ ഓഫ് ഓപ്പൺ പൈപ്പ്. ഓപ്പൺ പൈപ്പിൻ്റെ V/2L ഡാഷ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ഓവർടോൺ കിട്ടുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓവർടോൺ ഓഫ് ക്ലോസ്ഡ് പൈപ്പ് എന്നാണ്. ക്ലോസ്ഡ് പൈപ്പ് നോക്കുക, അതിൻ്റെ ഫസ്റ്റ് ഓവർടോൺ എന്ന് വെച്ചാൽ 3 × V/4L. അപ്പം 3 × V/4L എന്ന് കൊടുത്തു. 3 × V/2L ഡാഷ് ഇസ് ഈക്വൽ ടു 3 × V/4L എന്ന് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് കിട്ടുന്നുണ്ട് 2L ഡാഷ് ഇസ് ഈക്വൽ ടു 4L. L ഡാഷ് ഇസ് ഈക്വൽ ടു 2L. നമുക്കിത് ഒരു തവണ ഈ ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കിത് കാണുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ പോർഷൻ നന്നായിട്ട് നോക്കുക, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ബാക്കി കോൺസെപ്റ്റ് കൂടെ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം.